ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു മഹാരാഷ്ട്രൻ റെസിപ്പി ആയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ പുതിയ ചാനലിന് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണമേ. അപ്പോൾ ഞാൻ പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുപോലെ മഹാരാഷ്ട്ര വില്ലേജിലെ ഓരോ കാര്യങ്ങളും വ്ളോഗായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ ഞാൻ അതുപോലത്തെ വീഡിയോ ഒക്കെ ഇടാറുള്ളൂ. ആരുടെയും കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരാളെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ ഞാൻ വളരെ ഹാപ്പി ആയേനെ. അപ്പോൾ എൻ്റെ പുതിയ ചാനലിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റും വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെൻ്റെ ഗാർഡനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനാണ്. അപ്പം എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ഗ്രീൻ ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ വാഷ് ചെയ്ത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു മസാല ഇവിടെ റെഡിയാക്കണം. മല്ലിയില, 1 പിടി മല്ലിയില, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് കാഷ്യൂ നട്ട്, അതുപോലെ എള്ള്, കസ്കസ്, ഇതെല്ലാം ഇട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. അതുപോലെ കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ, കടുകിടണം, പട്ട, ഗ്രാമ്പു, ഏലക്ക, സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റണം. വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് ഒരു വലിയ തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നതിന് വരെ നമുക്കിതിനെ സോറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഈ മസാല നമ്മൾ പേസ്റ്റാക്കിയില്ലേ അതും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിനൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ നല്ലതായിട്ട് മസാല മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി, കുരുമുളക് പൊടി ഇടണം. മുളക് പൊടിയുടെ ആവശ്യമില്ല. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി എല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ചിക്കൻ പീസസും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ അടച്ച് 10 മിനിറ്റ് വേവിക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കും റൈസിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്രീൻ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന്